പ്രിയമുള്ളവരെ, ഞാൻ വിജയകുമാർ കളരിക്കൽ. ഇന്നൊരു ക്ഷണപ്രഭ കഥയാണ് പറയുന്നത്. കഥയുടെ പേര് വിവരമോഹി. ഒരു ത്രിസന്ധ്യയ്ക്ക് പിതാവും 7 പുത്രന്മാരും കുരിശുവരയ്ക്കും മുമ്പ് കിഴക്കേ വരാന്തയിലുള്ള മരക്കസേരകളിലും അരപ്രൈസിലുമായിട്ട് ഇരുന്നു. അവർക്കരികിൽ 3 ലിറ്റർ ജവാനും പോർക്ക് വിന്താലുവും ബീഫ് ഉലർത്തിയതും അച്ചാറും മിക്സറും ഒക്കെ വിലസുന്നു. തെക്ക് വശത്ത് പരിയംപുറത്ത് വരാന്തയിലുമായി പിതാവിൻ്റെയും പുത്രന്മാരുടെയും കൂടി 8 ഭാര്യമാർ ചക്ക വെട്ടി വൃത്തിയാക്കി പുഴുക്കുണ്ടാക്കുന്നതിനും വറുക്കുന്നതിനും പണിതുകൊണ്ടിരിക്കുന്നു. അവർക്കരികിലും ലഹരി ദ്രാവകവും അനുസാരികളുമുണ്ട്. ജവാന്റെ കിരികിരിപ്പ് പിതാവിലും പുത്രന്മാരിലും പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ 7ാമത്തെ പുത്രൻ പറഞ്ഞു, അപ്പാ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഇതെന്ത് കൂത്ത്? ചോദ്യങ്ങളാ? അതെ, ചോദ്യങ്ങൾ. ഇന്ത്യൻ വിവരാവകാശ നിയമപ്രകാരം അധികാരികളോട് പ്രജകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അധികാരികളും പ്രജകളുമോ? ആരാണ് ഇവരൊക്കെ? പിതാവ് മറ്റ് പുത്രന്മാരുടെ മുഖത്ത് നോക്കി സംശയം ഉന്നയിച്ചു. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ലെന്ന് മുഖങ്ങൾ പറഞ്ഞു. ഒരു പുത്രൻ പറഞ്ഞു, 1ാം ദിനം പന്നിയും ജവാനും കിടക്കുന്നിടത്ത അവൻ്റെ ഒരു ചോദ്യം. ഏതായാലും നീ ചോദിക്കടാ. അപ്പനാണ് ഇവിടെ അധികാരി, ഞങ്ങൾ പ്രജകളും. അതെന്തുമാകട്ടെ, നീ ചോദിക്കേ. ചോദ്യം 1. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് എത്ര വരുമാനമുണ്ടായി? വരുമാനമോ? ആ വരുമാനം. അപ്പം ഉത്തരം പറയണം. അപ്പനാണ് എല്ലാറ്റിനെയും കയ്യാളായി നിന്നത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ പോലുമില്ലാത്ത കൂട്ടുകുടുംബ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യവും പറച്ചിലും വേണ്ടി വന്നത്. അപ്പൻ എല്ലാറ്റിനെയും അടക്കി വച്ചിരിക്കുകയല്ലേ? ഉത്തരം പറയണം പിതാവേ. ഉത്തരം 0. 0മോ? അതെ, എനിക്കത്രയേ അറിയത്തുള്ളൂ. അടുത്ത ചോദ്യം, അതിൽ തനത് ഫണ്ടായിട്ട് എത്ര ഉപയോഗിച്ചു? ഉത്തരം 0. അടുത്ത ചോദ്യം, അതിൽ എത്ര ഫണ്ട് പുത്രന്മാർക്ക് കൊടുത്തു? മാതാവിനും പുത്ര ഭാര്യമാർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു? ഉത്തരം 0. എന്താ അപ്പ, 0ങ്ങൾ മാത്രമേ ഉള്ളൂ? പക്ഷേ വിവരാവകാശ നിയമപ്രകാരം എല്ലാത്തിനും ഉത്തരം തരാൻ അപ്പൻ ബാധ്യസ്ഥനാണ്. ആണോ? എന്നാൽ നീ ഇതങ്ങ് ഒറ്റ വലിക്ക് ഉള്ളിലാക്ക്. എല്ലാ വിവരവും നിന്റെ മണ്ടയിൽ തെളിഞ്ഞു വരും. അപ്പൻ നൽകിയ ജവാൻ അവൻ ഒറ്റ വലിക്ക് ഉള്ളിലാക്കി. പോർക്ക് വിന്താലുവിൽ ഒരു മുഴുത്ത കഷണമെടുത്ത് വായിലിട്ട് ചവച്ചു. മറ്റു പുത്രന്മാർ അപ്പൻ പറഞ്ഞത് കേട്ട് സംഭൂചിരായി. വിവരമോഹിയായ 7ാമത്തെ പുത്രൻ അപ്പൻ ഇതിനനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നന്ദി.